ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അത് പരിശോധിക്കാം. റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നതാണ്. റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ മാത്രമല്ല, പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനെതിരെ മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകിയിരുന്നുവെന്നായിരുന്നു വിവാദ പെട്രോൾ പമ്പുടമ TV പ്രശാന്തന്റെ വാദം. എന്നാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഒരു സർക്കാർ രേഖയും സാക്ഷ്യപ്പെടുത്തുന്നില്ല. വിജിലൻസിന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് വിജിലൻസ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പ് വ്യാജമാണെന്ന് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ആർക്കു വേണ്ടിയാണ് പ്രശാന്തൻ ഇത്തരമൊരു വ്യാജരേഖ സൃഷ്ടിച്ചത്? ഇതിനു പിന്നിൽ ആർക്കൊക്കെ പങ്കുണ്ട്? നവീൻ ബാബുവിനെതിരെ വ്യാജ പരാതി സൃഷ്ടിച്ചുവെന്നതിൽ ഇതിനപ്പുറം തെളിവുകൾ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ TV പ്രശാന്തൻ ഈ ആസൂത്രണത്തിൽ കൃത്യമായി പങ്കാളിയായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പ്രശാന്തനെ ഇതുവരെ ഈ കേസിൽ അന്വേഷണ സംഘം പ്രതി ചേർക്കാതിരുന്നത്? കേവലം ഒരു ആത്മഹത്യാ പ്രേരണ എന്നതിനപ്പുറം കൃത്യമായ ഗൂഢാലോചന ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷനുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. എന്നാൽ പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഈ ഗൂഢാലോചന വന്നിട്ടുണ്ടോ? PP ദിവ്യ എന്നൊരു പേരിനപ്പുറം മറ്റു പേരുകൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ടോ? കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, 24.